സാധാരണഗതിയിൽ പണ്ടൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത് ഒരു അഖില ലോക പ്രാധാന്യമുള്ളതാണ്. കാരണം അന്നത്തെ കാലത്ത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ നേതാവും ഒക്കെ ഏതാണ്ട് ലോകം പങ്കിട്ടെടുത്ത് രണ്ടായി ഭരിക്കുന്ന മറ്റുള്ള അധികാര സ്ഥാനങ്ങളുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവരെക്കുറിച്ചൊക്കെ അവരുടെ ഒരു കാരിഷ്മയൊക്കെ അന്നത്തെ കാലത്ത് വലിയ കാര്യമാണ്. ഇപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് പഠിക്കുമ്പോഴാണ്, വിദ്യാർത്ഥിയായിട്ടൊക്കെ ഇരിക്കുമ്പോഴാണ് കെന്നഡി, വെടിവെച്ച് കൊല്ലപ്പെട്ട കെന്നഡി അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അടുത്ത കാലത്തൊക്കെ ഒബാമ വരെയൊക്കെ ഉള്ള ആളുകൾക്കൊരു കാരിഷ്മയുള്ള ലീഡേഴ്സാണ്. അപ്പോൾ അവരിൽ നിന്നൊക്കെ വളരെ വളരെ വ്യത്യസ്തമാണ് ട്രംപ് പറയുന്നതിന് പലപ്പോഴും യുക്തികളുണ്ടാവില്ല, അല്ലെങ്കിൽ ആ യുക്തികൾ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം പരാജയപ്പെടും. സ്വാഭാവികമായും ആകപ്പാടെ ഒരു അമേരിക്കൻ പ്രസിഡന്റിന് ഒട്ടും ചേരാത്ത ഒരു കോമാളി പരിവേഷമാണ് പലപ്പോഴും അദ്ദേഹത്തിനുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം, എന്നിട്ടും എന്തുകൊണ്ട് അയാൾ 2 തവണ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു? എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം? അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട ഒരു പ്രധാന പുസ്തകം അടുത്ത കാലത്തൊക്കെ വലിയ തരത്തിൽ ചർച്ചയുണ്ടായ പുസ്തകമാണ് യുവാൽ നോഹ ഹരാരി എന്ന ജൂത പണ്ഡിതൻ്റെ 21-ാം നൂറ്റാണ്ടിൽ 21 കാര്യങ്ങൾ എന്ന് പറയുന്ന പുസ്തകം. അത് ജൂത സോഷ്യലിസ്റ്റാണ് അദ്ദേഹം. ആ അർത്ഥത്തിൽ ആ പുസ്തകത്തെ നന്നായിട്ട് വായിക്കുന്നത്. അദ്ദേഹം പറയുന്ന 3 കാര്യങ്ങൾ, 3 ഘട്ടങ്ങൾ. ഒന്നാമത്തേത്, ലോകത്തെ അടക്കി ഭരിച്ച 3 രാഷ്ട്രീയ ശക്തികൾ എന്ന് പറയുന്നത്, ആഗോളമായിട്ട് അവർ പറയുന്നത്, ഒന്ന് ഫാസിസം, മാർക്സിസം, ക്യാപിറ്റലിസം. ഇതാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, 2ാം ലോകത്തിൻ്റെ അവസാനത്തോടുകൂടി ഫാസിസ്റ്റ് ചേരി നിലംപൊത്തി. ആ ഫാസിസ്റ്റ് ചേരിയെ താഴെ ഇറക്കാൻ വേണ്ടി, പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് ക്യാപിറ്റലിസ്റ്റ് ചേരിയും കമ്മ്യൂണിസ്റ്റ് ചേരിയും ഒന്നിച്ചത്. അതോടുകൂടി ക്യാപിറ്റലിസ്റ്റ് അവരുടെ ചേരി പരാജയപ്പെടുകയാണുണ്ടായത്, ഫാസിസ്റ്റ് ചേരി പരാജയപ്പെടുകയാണുണ്ടായത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് വരുന്നൊരു ഘട്ടം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ചേരിയും ക്യാപിറ്റലിസ്റ്റ് ചേരിയും തമ്മിലുള്ള മത്സരമാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് ചേരി റഷ്യയുടെ പതനത്തോടെ അങ്ങനെ ലോകവ്യാപകമായി അമേരിക്കക്ക് എതിരെ തുല്യം നിലയിൽ നീക്കാവുന്ന രീതിയിലുള്ള അവസ്ഥ പോയി. അതിന് അന്തരീക്ഷം കഴിയും. ഇപ്പോൾ ഹരാരി ഉന്നയിക്കുന്ന ചോദ്യം നമ്മുടെ നാട്ടിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലാക്കാനുള്ളത് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ഹരാരി പറയുന്നത് ആഗോള വ്യാപകമായി ഫാസിസ്റ്റ് ചേരിയും കമ്മ്യൂണിസ്റ്റ് ചേരിയും പരാജയപ്പെട്ടതിന് ശേഷം അവശേഷിച്ചത് ക്യാപിറ്റലിസ്റ്റ് ചേരിയാണ്. ആ ക്യാപിറ്റലിസ്റ്റ് ചേരി വർദ്ധിച്ച ടെക്നോളജിയുടെ സഹായത്തോടുകൂടി കുതിച്ച് മുന്നോട്ട് പോവുകയും ഇനി അതെങ്ങോട്ടൊക്കെ തിരിയുമെന്ന് നമുക്ക് പിടികിട്ടാത്ത രീതിയിൽ ഉള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴത്തെ ലോകരാഷ്ട്രീയം എന്നാണ് പറയുന്നത്. ക്യാപിറ്റലിസ്റ്റ് ചേരിയാണ് ഡോമിനേറ്റ് ചെയ്യുന്നൊരു തർക്കം വേണ്ട. ആ ക്യാപിറ്റലിസ്റ്റ് ചേരി ഡോമിനേറ്റ് ചെയ്യുന്ന അന്തരീക്ഷം ഇനി എങ്ങോട്ടൊക്കെ പരിവർത്തനപ്പെടും, എങ്ങോട്ടൊക്കെ രൂപപ്പെടും, ആർക്കൊക്കെ അതിൻ്റെ നഷ്ടവും ലാഭവും ഉണ്ടാവും എന്നൊക്കെ നമുക്ക് കണക്ക് കൂട്ടാൻ എളുപ്പമല്ലാത്തൊരു അന്തരീക്ഷമാണ് ഇന്ന് ലോകത്ത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയിലെ അടിസ്ഥാന വർഗം, താഴെത്തട്ടുള്ള മനുഷ്യർക്ക് കാര്യമായ ജോലിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ തൊഴിലില്ലായ്മ വേതനം പോലെ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നല്ലാതെ അവർക്ക് വലിയ അളവിൽ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട അടിസ്ഥാന ജീവിതമുള്ള ആളുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ, താരതമ്യേന കുറഞ്ഞ ചെലവിൽ ജോലിക്ക് ആളെ കിട്ടുന്നത് ചൈനയിലായതുകൊണ്ട് അമേരിക്കൻ കോർപ്പറേറ്റുകൾ പരിപൂർണമായി ചൈനയിലേക്ക് പോയി. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ ചൈനയിലായി. ചൈന അഭിവൃദ്ധിപ്പെട്ടു, ചൈനയിലെ തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടി. പക്ഷേ ചൈനയിലെ കോർപ്പറേറ്റുകൾക്ക് ലാഭമുണ്ടായി. പക്ഷേ ഇതിന് വില കൊടുക്കുന്നത് വന്നത് അമേരിക്കയിലെ അടിസ്ഥാന വർഗ്ഗം. അപ്പം താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ഈ പ്രശ്നം അമേരിക്കയിലുണ്ട്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, കേരളത്തിൽ നിന്ന് പറയാവുന്നൊരു രസകരമായ ഉദാഹരണം, നിങ്ങൾ അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ കാലം ഓർമ്മയുണ്ടാവും.
അച്യുതാനന്ദനെ ഇപ്പോൾ ഈ അടിസ്ഥാന വർഗം താഴെത്തട്ടിലുള്ള ആളുകൾ, നീതി നിഷേധിക്കപ്പെടുന്ന വിഭാഗം, സ്ത്രീകൾ, അങ്ങനെയൊക്കെയുള്ള പട്ടികജാതിക്കാർ എല്ലാ വിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയതുകൊണ്ട് അച്യുതാനന്ദന് അനുകൂലമായൊരു ക്ലൗട്ട് ആ കാലത്ത് കേരള രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. എന്നതുപോലെ രണ്ട് രാഷ്ട്രീയമാണ്. ട്രംപ് മാർസിസ്റ്റല്ല, രാഷ്ട്രീയമായി സമീകരിച്ച് പറയുകയുമല്ല. പക്ഷേ അതോടുകൂടി ഇതേ അവസ്ഥ ട്രംപിന് തുടക്കം മുതലേ അമേരിക്കയിൽ കിട്ടി. അമേരിക്കയിലെ സാധാരണക്കാരൻ്റെ അടിസ്ഥാന വർഗത്തിൻ്റെ അമേരിക്കയ്ക്ക് നഷ്ടമുണ്ടാക്കുന്ന ഒരു ശക്തിയോടും കോംപ്രമൈസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം അമേരിക്കയെ മുന്നിലേക്ക് നയിക്കും എന്നൊരു പ്രതീക്ഷ അവിടുത്തെ സാധാരണക്കാർക്കുണ്ടായി. അതാണ് ട്രംപിൻ്റെ വിജയ കാരണം. ട്രംപ് വിജയിച്ചു. എല്ലാ തരത്തിലുള്ള മാധ്യമങ്ങളും ട്രംപ് ഇലക്ഷൻ നിൽക്കുമ്പോൾ ട്രംപിനെതിരായിരുന്നു, സംശയവും വേണ്ട. അമേരിക്കൻ മാധ്യമങ്ങളും പുറത്തുള്ള മാധ്യമങ്ങളും ഈ ഇരിക്കുന്ന നമ്മളടക്കം എല്ലാവരും ട്രംപിനൊരു ഹാസ്യകഥാപാത്രമായിട്ടോ പരിഹാസകഥാപാത്രമായിട്ടോ കണ്ടത്. പക്ഷേ അയാൾ ജയിച്ചു. അപ്പോൾ ജയിച്ചതിൻ്റെ കാരണവും കൂടെ വിശകലനം ചെയ്യുമ്പോൾ ഈ അമേരിക്കയിലെ അടിസ്ഥാന വർഗത്തിന്, അല്ലെങ്കിൽ അവിടുത്തെ വൻകിട കോർപ്പറേറ്റുകൾ അവരുടെ തൊഴിലുകൾ മുഴുവൻ കുറഞ്ഞ കൂലിക്ക് ആളെ കിട്ടുന്നത് കൊണ്ട് ചൈനയിലേക്ക് കൊണ്ടുപോയപ്പോൾ അതുകൊണ്ട് അവർക്ക് ലാഭമുണ്ടായി, കോർപ്പറേറ്റുകൾക്ക് ലാഭമുണ്ടായി. പക്ഷേ അതിൻ്റെ കാഷ്വാലിറ്റി അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കായതുകൊണ്ട് സ്വാഭാവികമായ പ്രശ്നമുണ്ടായി. അതുകൊണ്ട് ട്രംപ് പറയുന്നത് ഒരു കോമാളി വർത്തമാനമായിട്ടാണ് അയാളുടെ പ്രവൃത്തിയും ആക്ഷൻ. മറ്റുള്ള രാജ്യങ്ങളുടെ ഇടപെടലും അയാൾ ആർക്കെതിരെ എപ്പോൾ എങ്ങനെ തിരിയുമെന്ന് പറയാനും പറ്റില്ല. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും അയാളെ നിലനിന്നത്, അമേരിക്കയിൽ സർവൈവ് ചെയ്തതിൻ്റെ പ്രധാന കാരണം ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയ സാഹചര്യമാണ്.